മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ കേസ് 2,70,00,000 ഫ്രോഡിലൻ പേയ്മെന്റ്സ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല എന്നതാ. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി നിയമപ്രകാരം 447 സെക്ഷൻ അനുസരിച്ച് 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങളാണ് അവർ ചെയ്തതായി SFIO കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകരാ പതുക്കെ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു പൊതുമേഖലാ സ്ഥാപനം, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDC 13.4% ഷെയർ ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയുടെ തട്ടിപ്പ്, അവർക്കൂടെ ആ KSIDCക്ക് ഉൾപ്പെടെ നഷ്ടം വന്ന ഒരു ക്രമക്കേടിന് മുഖ്യമന്ത്രിയുടെ മകൾ സോൾ പ്രൊപ്പറേറ്ററായിട്ടുള്ള, ഏക സിംഗിൾ ഡയറക്ടറായിട്ടുള്ള കമ്പനി പ്രതിയായിട്ടുണ്ടെങ്കിൽ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയല്ല, അതിനപ്പുറത്തേക്ക് ഈ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊമിനന്റ് പൊളിറ്റീഷ്യന് വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയെന്ന് അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് തലസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. അവിടെ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടത്തുകയാണ്. പാർട്ടി കോൺഗ്രസ് ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം, അവിടെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയെ തലസ്ഥാനത്ത് നീക്കം ചെയ്യാൻ മാതൃകാപരമായി തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിണറായി വിജയൻ ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് വരെ വായി തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് നിരപരാധിത്വം ഉണ്ടെങ്കിൽ നിയമപരമായി അഴിമതി നിരോധന നിയമപ്രകാരം അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. അപ്പൊ പിണറായി വിജയൻ കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളെന്ന നിലയിൽ ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ് പണം ഇങ്ങനെ ഒരു സേവനവും നടത്താതെ ആർജിച്ചത് എന്ന ഫൈൻഡിങ് അവിടെ നിൽക്കുകയാണ്. പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം കളവായി അങ്ങനെ ഒരു ഫൈൻഡിങ് എഴുതി വെച്ചാൽ എന്തേ പിണറായി വിജയൻ അത് ചാലഞ്ച് ചെയ്യാത്തത്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. എത്രയോ ഘട്ടങ്ങളിൽ ഇതിനെ ചാലഞ്ച് ചെയ്ത് കോടതിയിൽ എത്തേണ്ട സമയം അതിക്രമിച്ചു. ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ കേസിനെ കുറിച്ചോ ഈ അന്വേഷണത്തെ കുറിച്ചോ യാതൊരു വിധത്തിലുള്ള ചോദ്യം ചെയ്യലും പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല, വീണാ വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായത് കർണാടക ഹൈക്കോടതിയിലാണ്. അതിന് വൻ തിരിച്ചടി ഉണ്ടായി. കേരള ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി, ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി. ഇനി എങ്ങനെ ഞാൻ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെട്ട ഏറ്റവും വലിയ ഒരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ് കർത്തയും പിണറായി വിജയൻ കൂടി നടത്തിയിരിക്കുന്നത്. പുതിയ ക്യാപ്സ്യൂളുകൾ എന്തൊക്കെ ഇറങ്ങുമെന്നറിയില്ല, പക്ഷെ ഇതുവരെ പറഞ്ഞതൊക്കെ പൊളിയുകയാണോ? ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ശ്രീവിനു, നമുക്കറിയാവുന്നതുപോലെ CPMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ മധുരയിൽ അതിഗംഭീരമായി പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിതിനിടയ്ക്ക് മാതൃഭൂമിയിൽ വായിച്ചത്, അതിലൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഇപ്പോൾ ആയില്ലെങ്കിൽ വിപ്ലവ ദൗത്യവുമായി മുന്നേറാനാകാതെ കൂമ്പടഞ്ഞു പോകും എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് SFIOയുടെ കുറ്റപത്രം വന്നിരിക്കുന്നത്. അപ്പോൾ കൂമ്പടഞ്ഞു പോകാതിരിക്കാൻ പാർട്ടി ഇനി എന്തൊക്കെ ക്യാപ്സൂളുകൾ പുതുതായി ഇറക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മളിനി കണ്ടറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഇറക്കിയിരിക്കുന്ന ക്യാപ്സൂളുകളെല്ലാം തന്നെ നിർവീര്യമായി പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ കേരളത്തിലെ CPMകാർ, CPMന്റെ അനുഭാവികളൊക്കെ തന്നെ മൊത്തത്തിൽ ഇളിഭ്യരായ പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും എത്രയോ ക്യാപ്സൂളുകൾ കേട്ടത് പൊളിഞ്ഞു വീണു. വീണയുടെ ഭാഗം കേട്ടില്ല. പിന്നെ മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞത്, എൻ്റെ ഭാര്യ, അവളുടെ അമ്മ
റിട്ടയർ ആയ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പണം കൊണ്ടാണ് ഈ കമ്പനി സ്ഥാപിച്ചത്, ഇവിടെ ആൾക്കാർക്ക് ജോലി ചെയ്യേണ്ടത് തുടങ്ങിയ എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടി നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമായിരുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിച്ചത്. മറിച്ച് വീണ വിജയന് വലിയ രീതിയിലത്തേക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക എന്നതായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കമ്പനി ഈ രീതിയിലത്തേക്കുള്ള വഴിവിട്ട സഹായം നൽകാനായിട്ട് തീരുമാനിക്കുക? അവർക്ക് കൊടുക്കുന്നു, അവരുടെ കമ്പനിക്ക് കൊടുക്കുന്നു, പിന്നെ അവർക്ക് പലിശരഹിതമായിട്ടുള്ള വായ്പയൊക്കെ തന്നെ കൊടുക്കുന്നു, അല്ലെങ്കിൽ മുതൽ രഹിതമായിട്ടുള്ള വായ്പ ഇവിടെ കൊടുക്കുന്നു. ഇത് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒരൊറ്റ പൊസിഷൻ കൊണ്ടാണ്. അതല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കിട്ടുമായിരുന്നു, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാൾക്കാർക്ക് കിട്ടുമായിരുന്നു. നമ്മളൊന്നും ആ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിലല്ല. അപ്പോൾ എന്തുകൊണ്ട് വീണ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. അതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാർക്ക് കിട്ടിയിരിക്കുന്ന, ഏതെങ്കിലും ഒരു IT വ്യവസായം ചെയ്യുന്ന ഒരാളിന് കിട്ടിയിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല. ഈ കിട്ടിയിരിക്കുന്നതിന്റെ അർത്ഥം അത് മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ് എന്നതുകൊണ്ടാണ്. 100% ഞാൻ യോജിക്കുന്നു. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? ഒരു പ്രത്യേക ജീവിതമല്ലേ. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് അപ്പൊ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇതൊക്കെ ആയിരുന്നു ബിരിയാണിയിലെ ചെമ്പ് ബിരിയാണി ചെമ്പിലെ സ്വർണം അല്ലെ, ഈന്തപ്പഴ കുരു ബൈബിളിലെ സ്വർണം അല്ലെ, ഖുറാനിലെ കടത്തിയിരിക്കുന്ന സ്വർണം. നാണമില്ലെന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അന്വേഷണ ഏജൻസിക്ക് അന്വേഷണ ഏജൻസിയെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നവരോട് ഒറ്റ ചോദ്യമുള്ളൂ, ലജ്ജയില്ലേ, നിർത്തിക്കൂടെ? മലയാളിയും ചോദിക്കുന്നുണ്ട്, നീക്കം കുരുക്കാകുമോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല മുതൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ നേതാക്കൾ മകൾ പ്രതിപട്ടികയിൽ വന്നതിനാൽ, പ്രതിപട്ടികയിൽ വന്നു കഴിഞ്ഞു വീണ വിജയൻ, ആരോപണ വിധേയല്ല, പ്രതിപട്ടികയിൽ വന്നിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം, സ്വന്തം മകളെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങി, അതാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആരോപണം. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അറിയേണ്ട കാര്യം, എക്സാലോജിക്ക് ഒരു പേപ്പർ കമ്പനിയാണോ, അത് ക്ലോഷറിലേക്ക് പോവുകയാണ്, ഈ ഇല്ലാത്ത സേവനത്തിന് കാശ് വാങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പേപ്പർ കമ്പനിയാണോ, അതിലടക്കം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. PV എന്ന മറ്റ് ചുരുക്കപ്പേരുകൾക്കൊപ്പം കർത്തയുടെ ഡയറിയിലുള്ള PV ആരാണ് എന്നതിലേക്ക് അടക്കം ഇനി ചർച്ചകൾ നീളുമെന്നുള്ളത് ഉറപ്പാണ്. സോ മെനി നെയിംസ്, മാധ്യമ സ്ഥാപനങ്ങളുടെ അടക്കം പേരുകളുണ്ട്. അപ്പോൾ ആരായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. SFIയുടെ അന്വേഷണമായി ഈ നീക്കമെന്ന് പറയുന്നത് ഉറപ്പായും കുരുക്കാണ്, അതൊരു രാഷ്ട്രീയ കുരുക്കായി മാറുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.